കുറേ ദിവസം കൂടിയിട്ടാണല്ലോ ഒരു വീഡിയോ ഇടുന്നത്. ഒരേ ബിസി ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഇതെൻ്റെ പിറന്നാളുണ്ട്, ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ച് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പ്ലാനിങ്സും കാര്യങ്ങളൊന്നും ഇല്ല. രാവിലെ തന്നെയൊന്നും പറയാൻ പറ്റില്ല, ഇവൻ എണീക്കാൻ ഒരു 10 മണിയൊക്കെ ആയി. അപ്പോൾ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അമ്പലത്തിൽ പോകണേന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം അച്ഛന് രാവിലെ സമയമില്ലാത്തതുകൊണ്ട് വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കൊഞ്ചിക്കുന്ന. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എത്ര പെട്ടെന്നല്ലേ 3 വർഷം കടന്നു പോയത്. ഇനിയിപ്പം വലിയ കുട്ടികളിലായി, സ്കൂളിലൊക്കെ പോകേണ്ട സമയമൊക്കെ ആയി. ഇനിയിപ്പോൾ അംഗനവാടിയിൽ പറഞ്ഞേക്കേണ്ട സമയമായി. ബർത്ത്ഡേ കഴിയട്ടെ എന്ന് വിചാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞേരം ഒരാളും കൂടി എണീച്ച് വന്നിട്ടുണ്ടായി. അയാളെ മൈൻഡാക്കാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന, എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. വിളിച്ച സമയത്ത് ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഓടി വീഴും ഇപ്പം കേട്ടോ. ഇന്ന് രണ്ടാളെയും ചീത്തയൊന്നും പറയരുത്, അടിക്കാനൊന്നും പാടില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ദിവസം തന്നെ തുടങ്ങുന്നത്. ഇവൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ കുരുത്തക്കെടൊന്നും ഒപ്പിക്കല്ലേ, ഇന്ന് അടിക്കാനൊന്നും ചാൻസ് ഉണ്ടാവില്ലേ എന്ന് ഞാൻ നല്ലോണം വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കും, ഇവൻ്റെ ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ ഇന്ന് ഇവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് വെച്ച്. അപ്പം ഞാൻ പുറത്തൊന്നും അധികം ഒട്ടും വിടലില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ് പുറത്തൊക്കെ വിടാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് കളിക്കും. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ലപ്പോഴും പുറത്ത് പോകും, വൈകുന്നേരം അങ്ങനെ റോഡിലേക്കെല്ലാം ഇറങ്ങും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊരു 10-12 മണി അങ്ങനെ ആയിട്ടുണ്ടായി. അങ്ങനെ ആരും ഇല്ല റോഡിലൊന്നും. വേശ കുറച്ച് നേരം ഇവനൊന്ന് പുറത്തെല്ലാം പോയി കളിച്ചോട്ടേന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഇവൻ്റെ ഒപ്പം ഞാൻ അവിടെ റോഡിൽ നിന്നിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വെയിൽ കൊള്ളാൻ പറ്റില്ല, മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞു നമുക്കിന്ന് ഉള്ളിൽ പോവാം. കാരണം ബാവ അവിടുന്ന് പ്രോബ്ലം ഉണ്ടാകാൻ തുടങ്ങി. അവളെ കൂട്ടാണ്ടാ നമ്മളെ രണ്ടാളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. രണ്ടാളുണ്ടാകുമ്പോൾ എനിക്ക് രണ്ടാളെയും ഒരേപോലെ നോക്കാൻ പറ്റില്ല. അപ്പോൾ അതാ അവിടെയുണ്ട്, അമ്മയുണ്ട് ഇവിടെ മുളക് ഉണക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഒരാളുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നു, എണ്ണ എന്താ കൂട്ടാൻ വരാത്തേ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തോന്നി. എന്നാ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. പോന്നാ എവിടെ പോന്നു മോയെ? അമ്മച്ചിനെ എടുക്കുക. അമ്മയില്ലല്ലോ. അമ്മയില്ല. അമ്മ കഴിഞ്ഞ ബർത്ത്ഡേക്കും വന്നിട്ടില്ല. നിങ്ങള് പോകുന്ന സമയത്ത് അല്ലേ? ഇപ്രാവശ്യം ഞാനില്ല. ഏതമ്പലത്തില പോകും നിങ്ങള്? ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല, എവിടെയെങ്കിലും പോവും. ബൈ ബൈ പറ അമ്മേനോട്. നമുക്ക് എന്നാ വരുമ്പോ കൊണ്ടുവരുവാ? കൊണ്ടുവരുവാ? അത് ശരിയല്ലേ. ഇവനെ കേക്ക് വാങ്ങി കൊടുക്കുന്നുണ്ടാട്ടാ. കേക്ക് വാങ്ങി കൊടുക്കാം, പോകുന്ന വഴിക്ക് നോക്കട്ടെ. ഓക്കെ ബൈ ബൈ പറ അമ്മേനോട്. ബൈ. See you. Love you. അമ്മച്ചി പോന്നാ? അമ്മച്ചിനോടൊന്ന് പറയാ. വാ വീണെടുക്കടാ, അമ്മച്ചി നോക്കാൻ. അമ്മച്ചി എന്നാ പറഞ്ഞേ? രക്ഷിക്കണേ പറഞ്ഞ? രക്ഷിക്കാന്ന് പറഞ്ഞത് അമ്മച്ചി? അമ്മച്ചിക്ക് പൈസ കൊടുത്തിനാ? ഓക്കെ. അപ്പൊ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഭാഗം കാണുന്നത്. അച്ഛനും മോനും ഫോൺ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുക. അപ്പം ഞാൻ വിചാരിച്ചു കോട്ടയത്ത് അമ്പലത്തിലായി ഇവർ പോകുന്നുണ്ടാവാമെന്നാണ് വിചാരിച്ചാൽ നോക്കുമ്പോൾ ഇവർ സൂര്യനാരായണ ക്ഷേത്രം കതിരൂറ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കാര്യം, ഈ കേക്ക് ആവുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടേ ഉണ്ടായിട്ടില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഞാൻ കേക്ക് കഴിക്കൂല, വർക്കൗട്ടായി ചെയ്യുന്നത് കൊണ്ട് തന്നെ മധുരം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കൂല. പിന്നെ അമ്മയെല്ലാം അത്രയും കഴിക്കും. പിന്നെ ആരോടും പറഞ്ഞിട്ടില്ല ഒന്നാമത് തന്നെ. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ നമുക്ക് അങ്ങനെ കഴിക്കാനൊന്നും പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പം ഇതേതായാലും ഷിബിനു ഈ ബെല്ല കേക്കിൽ വിളിച്ചിട്ട് വൈകുന്നേരം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, ഉച്ചയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ഒരു കേക്ക് വേണം എന്നുള്ളത്. അപ്പം വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് നമുക്കങ്ങനെ ഒന്നും ഇല്ല, ഇന്ന രീതിയിൽ ചെയ്യണമെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് പറഞ്ഞത്. അപ്പോൾ വൈകുന്നേരം നമ്മളൊരു 9 മണി അങ്ങനെ ആയി കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കാണ് കിട്ടിയത്, പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേക്കാണ് കിട്ടിയത്. എന്തായാലും അത് അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായി. ഒട്ടും പ്രതീക്ഷിച്ചിട്ടാണ്, ഞാൻ വിചാരിച്ചു കേക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. കുറേ ദിവസം മുന്നേ ഇവൻ പറയുന്നുണ്ടായി ഊജുൻ്റെ ബർത്ത്ഡേയില് ഊജുന് കേക്ക് വേണം, 8-2 വേണം എന്നാ പറയുക കേക്കിന് വേണമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേന്. അപ്പോൾ മോനൊരു സങ്കടം വേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും ഇവരെ കേക്ക് പറഞ്ഞിട്ടുണ്ടായത്. ഈ ഒരു ടൈമിലെല്ലാം കുഞ്ഞു കുട്ടികൾക്ക് കേക്കൊക്കെ മുറിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. കാരണം ഇവനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുന്ന കൊണ്ട് തന്നെ ഈ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസെല്ലാം ഇങ്ങനെ അധികം ഇരുന്ന് കാണും. ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ വ്ളോഗും അതേപോലെ ഷോർട്ട് വീഡിയോയിലും കാണാൻ വേണ്ടി ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ്റെ ഒരു സന്തോഷമല്ലേ, അതെന്തിനാ ആരും കഴിക്കില്ലെങ്കിലും എന്തായാലും ചെറിയ രീതിയിലൊന്ന് അവൻ്റെ ഇഷ്ടപ്രകാരം നടന്നോട്ടേ എന്ന് വിചാരിച്ചു. അപ്പം ഭയങ്കര ഇഷ്ടമാണ് ഈ സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ്, ആദ്യമേ ഇഷ്ടമാണ്. അത് അങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ ഇരുന്ന് കാണുക. സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ ക്രേസ് പോലെയാണ്. അപ്പോൾ എപ്പോൾ വിചാരിക്കും സ്പൈഡർമാൻ്റെ കേക്ക് വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഷിബിന് പറഞ്ഞിട്ടുണ്ടായി സ്പൈഡർമാൻ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും സ്പൈഡർമാൻ്റെ ഒരു തീം അതിൽ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം നമ്മളൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ അതിൽ ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നുമില്ല, വളരെ ചെറിയൊരു വർക്ക് മാത്രം. 1 കിലോൻ്റെ കേക്കാണ്. അങ്ങനെ കേക്ക് വാങ്ങി അച്ഛനും മോനും വരുന്നുണ്ട്. അപ്പം വരുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി കുറച്ച് ബലൂണൊക്കെ ഉണ്ട്, അത് ഒന്ന് റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഞാനത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് ബലൂണൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസം അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഈ പ്രാവശ്യം ബർത്ത്ഡേൻ്റെ ദിവസം എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതേതായാലും ഒരു ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ വാവക്ക് കൊടുക്കാൻ വേണ്ടി പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായി. അതിൽ മധുരം ഉണ്ടല്ലോ, അപ്പോൾ വാവക്ക് കൊടുക്കുന്നുണ്ട്. വാവക്ക് ഇങ്ങനത്തെ പഞ്ചസാര അങ്ങനെയുള്ള കൽക്കണ്ടി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അധികം ലേറ്റ് ആക്കണ്ട, ഇപ്പം തന്നെ ഒരു 8:30 അങ്ങനെ ആ സമയമായിട്ടുണ്ടായി. അപ്പം ഞാനും പെട്ടെന്ന് റെഡി ആയിട്ട് വന്ന് നമുക്കെന്നാൽ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ വലിയ കാര്യം പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ടേബിളിന് മുകളിലൊന്നും വെക്കണ്ട, നമുക്ക് ഇരുന്നിട്ട് അവിടെ തന്നെ നിലത്തിരുന്നിട്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായി. കുറച്ച് കഴിഞ്ഞ് മുട്ടയെ നല്ല ഒന്നാന്തരം വേദന വന്നു. അപ്പം ഞാനൊന്ന് എണീച്ചെന്ന് വീണ്ടും രണ്ടാമത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ അങ്ങനെ സിമ്പിളായിട്ട് അവിടെ കഴിഞ്ഞു. അപ്പോൾ അമ്മ ബാക്കിൽ നിന്ന് കൈമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാവ എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൈ കൊണ്ട് വാരാന്നുള്ള പ്രതീക്ഷയിൽ കാത്തു വെക്കുന്നുണ്ട്. അവസാനം അവർക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് കൊടുത്തിട്ടുണ്ടായി. കാരണം പിന്നെ അധികം ഇങ്ങനത്തെ ഒന്നും കൊടുക്കലില്ലല്ലോ, കഴിക്കുന്നത് നമ്മൾ വാങ്ങലേ ഇല്ല. അപ്പം ഇന്നേതായാലും കഴിക്കട്ടെ എന്ന് ശേഷം നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ടായി. അപ്പം ബാക്കി നമ്മൾ കേക്ക് നെയ്ബേഴ്സിനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.